ക്ലോസ് ഫ്രണ്ടായി അവിടെ അവസാന ഘട്ടത്തിൽ വന്നത് സാബു ചേട്ടനാണ്. എൻ്റെ ഫസ്റ്റ് സോ കോൾഡ് ശത്രു, സോ കോൾഡ് എനിമി. സത്യം പറഞ്ഞാൽ ശരിക്കുള്ള ജീവിതത്തിൽ എനിക്ക് സാബു ചേട്ടൻ ഒട്ടും പരിചയം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഇഷ്യൂ, ഒരു കോമൻറ്റ് എന്നെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേജിൽ എഴുതി എന്നതിലും ഞാനൊരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിരുന്നു എന്നതിലും ഉപരി എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ വിചാരിച്ചു ഒരു ഷോവനിസ്റ്റാണ് അദ്ദേഹം, എന്നെക്കുറിച്ചും കുറേ കാര്യങ്ങൾ വിചാരിച്ചു. ആ വീട്ടിലെത്തിയ ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷമാണ് മനസ്സിലായത് ഓഹോ ഇയാൾ ഇത്രയേ ഉള്ളൂ എന്ന്. സോ അതുകൊണ്ട് തന്നെ really respect that man now, and എനിക്കറിയാം അത് തിരിച്ചുകൊണ്ട് എന്ന ഒരു കണക്ഷൻ ഉണ്ട്, ഒരു ബോണ്ട് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ ലൈഫ് ലോങ് ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന് ഐ എം വെരി ഷുവർ. അർച്ചന, ഐ എം ക്ലോസ് ടു അർച്ചന. മാത്രമല്ല ഐ തിങ്ക് ഒരു സോഷ്യൽ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അവിടെ പോയത്. കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ചില നിലപാടുകൾ തന്നെ മാറി. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത് സാബു ചേട്ടനും എൻ്റെയും ഒരു ഫ്രണ്ട്ഷിപ്പാണ്, ഒരു കൂട്ടായ്മയാണ്. ഹീ ഈസ് ട്രൂലി എ ഗ്രേറ്റ് ഫ്രണ്ട് ഓഫ് മൈൻ ടുഡേ എന്ന് അഭിമാനത്തോടെ ഞാൻ പറയും. സോ ഇറ്റ്സ് ക്രേസി ഇങ്ങനത്തെ ഒരു ഷോൻ്റെ ഫോമാറ്റിൽ 60 ദിവസം ക്യാമറകളുടെ കണ്ണിന് മുന്നിൽ, പക്ഷേ വാൾസിൽ അടച്ച് ഇടുമ്പോൾ തന്നെ നമ്മളെന്ന വ്യക്തിയെ നമ്മൾ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. യു ലേൺ സോ മച്ച് അബൌട്ട് യുവർ സെൽഫ്. ആ ഒരു പഠനത്തിൽ യു ഫൈൻഡ് ഔട്ട് എ ലോട്ട് ഓഫ് സ്റ്റഫ്. ശരിയാ ഹരി, സോറി പറഞ്ഞില്ല അല്ലേ. സാബു ചേട്ടൻ ഞാനും തമ്മിൽ ആ ഒരു കടം അവിടെ കിഴക്കട്ടെ എന്ന് സാബു ചേട്ടൻ എപ്പോഴും പറയും. അപ്പോൾ സാബു ചേട്ടൻ ഐ തിങ്ക് ഞാനും സാബു ചേട്ടൻ തമ്മിലുള്ള ഇക്വേഷനിൽ ആ ഒരു സോറി അവിടെ ആ ഒരു ബന്ധത്തിന് ശക്തി കൂട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സോറിക്ക് പകരം ഞാൻ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തക്കതായ സോഷ്യൽ പോസ്റ്റ് ഇട്ട രീതിയിൽ തന്നെ ഞാൻ തിരിച്ചു പറഞ്ഞ് എനിക്ക് സമാധാനമുണ്ട്. ബട്ട് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞ ശേഷം ഐ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാക്കാം where he comes from, എന്നെ പോലെ തന്നെയുള്ളൊരു വ്യക്തിയാണ്. സോ ഈ ചൊറി സ്വഭാവവും ഈ ചട്ടമ്പിത്തരവും ഒക്കെ നന്നായിട്ടുള്ളത് കൊണ്ട് അതെനിക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് ആ സോറിക്ക് ഇപ്പോൾ ഒരു വിലയില്ല. പക്ഷെ അത് പറയിക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്കൊരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം. ആക്ച്വലി സാബു ചേട്ടനും ഞാനും എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ അർച്ചനയ്ക്ക് കുറച്ച് ഹെൽപ്പ് വേണ്ട ഒരു സമയമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. കുറച്ച് ദിവസങ്ങളായി അവൾ കുറച്ച് ഡിപ്രസ്ഡ് ആയി പോകുന്നെന്ന് തോന്നി. അതുകൊണ്ട് വി തോട്ട് വി ഷുഡ് ടോക്ക് ടു ഹർ. ആൻഡ് സാബു ചേട്ടൻ അതിനെ പറ്റിയ ആളാണെന്ന് എനിക്ക് തോന്നി. ഞാൻ കുറേ എൻ്റെ രീതിയിൽ പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഹാഷ് ആണല്ലോ, സാബു ചേട്ടൻ കുറച്ചുകൂടെ ബെറ്റർ ആണ് അതൊക്കെ ഡെലിവറി ചെയ്യാൻ. സോ വി ബോത്ത് സാറ്റ് ടുഗദർ ആൻഡ് ഐ എം ഹോപ്പിംഗ് ഷീ ഈസ് ഓവർ ദാറ്റ്. അതെ സാബു ചേട്ടൻ എനിക്ക് ക്യാഷ് വന്നില്ലെങ്കിൽ എൻ്റെ ഡോഗിനെ എടുത്ത് എന്തോ പിറവം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പറഞ്ഞു കൂടെ വന്നാൽ മതി എൻ്റെ പട്ടീനെ കൊണ്ടുപോകാൻ. ഞാൻ സാബു ചേട്ടനെ ഹാൻഡിൽ ചെയ്യാൻ എനിക്കറിയാം. അത് ഡയലോഗ്സ് ഒക്കെ ഇറക്കും. ബട്ട് ഒന്ന് മസ്ക് അടിച്ചാൽ ഓൾ സോർട്ടഡ് ആണ്. എന്നാലും സാബു മോനെ കൊണ്ട് സോറി പറയിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് വിഷമമുണ്ടോ? ഫേസ്ബുക്ക് ഓൾഡ് ഇഷ്യൂ. സൂരജ്, ഒരു വിഷമവുമില്ല. സാബു ചേട്ടൻ സോറി പറയാതെ തന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഐ നോ ദാറ്റ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയത്. ബിക്കോസ് ആ ഒരു കോൺവെർസേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എൻ്റെ ലൈഫിൽ റൈറ്റ് നൗ. നമ്മളൊരു ഒരാളുടെ കൂടെ ഒരു ഫ്രണ്ട്, അതൊരു ഡീപ്പ് ലെവൽ ഓഫ് കണക്ഷൻ ഫോം ചെയ്താൽ പിന്നെ അവർ ചെയ്ത ചില കാര്യങ്ങൾ ആസ് എ ഫ്രണ്ട് നമ്മൾ വിട്ട് കളയും. പക്ഷേ ആ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കും. ആ ഒരു വീട്ടിനകത്ത് അങ്ങനത്തെ ഒരു ഇഷ്യൂവോ ഒരു പ്രശ്നമോ ഉണ്ടാക്കാനുള്ള താല്പര്യപ്പെടുന്ന രണ്ടുപേരല്ല ഞാനും സാബു ചേട്ടനും. അദ്ദേഹത്തിൻ്റെ കാരണങ്ങൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചെറിയ രീതിയിൽ എനിക്കറിയാം, ടെലികാസ്റ്റ് വന്നിട്ടുണ്ടാവില്ല. സോ ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ നോളജ്. ഐ നോ, എനിക്കറിയാം, ഐ നോ ഹിം. സോ അതുകൊണ്ട് ഐ എം നോട്ട് ടു വറിഡ്. പിന്നെ വിൽ ഫൈൻഡ് ഔട്ട്. നോ ഡിസപ്പോയിൻമെൻറ്റ്, ബട്ട് ഐ നോ ഹീൽ സേ ഇറ്റ് ഓൾസോ. ഞാൻ അങ്ങനെ വാശി പിടിച്ചാൽ പറയുകയും ചെയ്യും. പക്ഷെ വൈ ദിസ് കൊലവെരി. അർച്ചന ബാക്ക് ബൈറ്റിംഗ് സാബു. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കണ്ടു. എനിക്കൊരു ചെറിയ പേടിയുണ്ട് സാബു ചേട്ടൻ ഒറ്റപ്പെടുമോ ഇല്ലയോ എന്ന്. പക്ഷെ അത് ഗെയിമല്ലേ, നമുക്ക് കാണാന്നേ. ഈ ഗെയിമിന് മുന്നോട്ട് പോകുമ്പം എല്ലാവരുടെ കൂടെയും എല്ലാ പ്രാവശ്യവും നിൽക്കാനൊന്നും പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ സംഭവങ്ങളൊക്കെ നടക്കണം. ബിക്കോസ് ഇപ്പം 2 ലോബീസ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് വളരുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ ക്യാമ്പ് മാറ്റാൻ നോക്കും, ഒറ്റയ്ക്ക് കളിക്കാൻ ചില ആൾക്കാർ നോക്കും. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നന്നായി കളിക്കുന്ന ആരാണോ ദേ ഷുഡ് കം ടു ദ ഫൈനൽസ് അല്ലേ. സോ അതിനു വേണ്ടിയാണ് നിങ്ങളെല്ലാവരും മനസ്സിൽ നോക്കേണ്ടത്. ദാറ്റ്സ് വാട്ട് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ബാക്ക് ബൈറ്റിംഗ് ഉണ്ടാവും, പക്ഷെ സത്യമായി അവർക്ക് തോന്നിയ കാര്യമാണെങ്കിൽ അത് ബാക്ക് ബൈറ്റിംഗ് അല്ലല്ലോ. ഇപ്പം അർച്ചനയ്ക്ക് തോന്നിയിട്ടുണ്ടാവും ദാറ്റ് സാബു ചേട്ടൻ ക്യാപ്റ്റൻസിയിൽ പ്രശ്നം ഉണ്ടാക്കിയതെന്ന്. അയ്യോ ഇതെങ്ങനെ തിരിച്ചാ. സോ അതുകൊണ്ടായിരിക്കാം അർച്ചന അങ്ങനെ പറഞ്ഞത്. ബഷീക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തോന്നുമല്ലോ. സോ ദാറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. ഇതേ സാബു ചേട്ടനല്ലേ ആദ്യത്തെ ഫ്യൂ ആഴ്ച എന്നെ നോമിനേറ്റ് ചെയ്തതും കാര്യങ്ങൾ പറഞ്ഞതും. സോ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പിന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കൂ, നിങ്ങൾ അതിനനുസരിച്ചുള്ള റിയാക്ഷൻസ് നൽകൂ. വെൽ വാട്ട് ടു സേ, സംടൈംസ് ഇങ്ങനത്തെ ഒരു വീട്ടിനകത്ത് നമ്മളെ ലോക്ക് ഇൻ ചെയ്ത് വെക്കുമ്പം വാട്ട് ഹാപ്പൻസ് ഈസ് നമുക്കൊരു അടുത്ത സുഹൃത്തില്ലെങ്കിൽ, ഇപ്പം ഞാനൊക്കെ ഭയങ്കര ലക്കിയാണ് സാബു ചേട്ടന് പോലെ ഒരു അടുത്ത സുഹൃത്തിനെ ലഭിച്ചതില്ല. അപ്പം നമുക്ക് സംടൈംസ് ആ ഒരു ഭാഗ്യമില്ലെങ്കിൽ ചില സമയത്ത് ചില കാര്യങ്ങളോട് അറ്റാച്ച്ഡ് ആയി പോകും. ചില ആൾക്കാർ ഫോണിനോടാണെങ്കിൽ സംടൈംസ് ഇറ്റ് വിൽ ബി ഫേവറേറ്റ് പ്ലാന്റ് ഓർ എൻ ആനിമൽ. അർച്ചനയ്ക്ക് ഇറ്റ് വാസ് രമേഷ്. ബട്ട് സാബു ചേട്ടനും ഞാനും ഒക്കെ കുറേ സംസാരിച്ചു. ഐ തിങ്ക് ഷീ ഈസ് ഫൈൻ ആസ് എ പ്ലെയർ. ഷീ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ. വിനു, സാബു ചേട്ടൻ
ചേട്ടന് 25,000 രൂപ ഞാൻ മറക്കില്ല. 50,000 രൂപയായിരുന്നു. അതിൽ പകുതി ശരിക്കും ഞാനാ ജയിച്ചത്. അപ്പം ടെക്നിക്കലി സാബു ചേട്ടൻ എനിക്കൊരു 25,000 രൂപ തരണം. അപ്പം 0 ആയിരിക്കും. പക്ഷെ സാബു ചേട്ടൻ സമ്മതിക്കില്ലല്ലോ. ഒരു വാട്ടറിൽ ബെറ്റ് ആയിരുന്നു. അത് സാറില്ല. 25,000 ഡൺ ഡീൽ. 25,000 അല്ല ശരിക്കും ബെറ്റ് എന്ന് പറഞ്ഞാൽ പുറത്ത് കൊണ്ടുപോകണം, 25,000 രൂപ വരെ ചെലവാക്കണം, കൂടെ ഫ്രണ്ട്സും ഉണ്ടാവും. സോ അത് ഞാൻ ബില്ല് സ്പെൻഡ് ചെയ്ത് പുറകെ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് നടക്കണം.